സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രമതി ഗിരീഷിനെതിരായി സിഐയുടെ ഓഫീസിൽ മൊഴി കൊടുക്കുന്നുണ്ട്. അന്നേരം പ്രഭാവതി ചന്ദ്രമതിയെ കാണുന്നുണ്ട്. അന്നേരം പ്രഭാവതി ചന്ദ്രമതിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നിനക്ക് എന്താണ് പ്രശ്നം? എൻ്റെ ഗിരീഷ് പെൺകുട്ടികളോടൊന്നും മോശമായി പെരുമാറുന്നവനല്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എന്തിനാ ഇങ്ങനൊരു കള്ളക്കേസ് കൊടുത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനൊരു കള്ളക്കേസ് കൊടുത്ത് അവനെ അപമാനിച്ചതിന് നീ എന്തായാലും അനുഭവിക്കും. എന്തിനാ ഞങ്ങളോട് ഇങ്ങനൊരു ചതി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ കൊടുത്ത കേസ് സത്യമാണ്, സത്യസന്ധമായ കേസാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം കാട്ടൂരൻ വന്ന് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഗിരീഷ് കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി പുറത്തിറങ്ങാൻ പറ്റിയത്. വാദിയെ പ്രതിയാക്കുന്ന രൂപത്തിൽ കാട്ടൂരൻ സംസാരിച്ചപ്പം മാത്രമാണ് ചന്ദ്രമതിയും ത്യാഗരാജനും കേസ് പിൻവലിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ കേസൊക്കെ പിൻവലിച്ച് ചന്ദ്രമതി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയം ചന്ദ്രമതിക്ക് തൻ്റെ ഫോൺ കിട്ടുന്നുണ്ട്. ഇനിയെങ്കിലും സത്യങ്ങൾ എല്ലാവരും അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനെ തുടർന്ന് ആദ്യം തന്നെ ഫോൺ എടുത്ത് പ്രഭാവതിയെ കോൾ ചെയ്യുന്നു. ആദ്യം അവരുടെ കോൾ കണ്ടിട്ട് പ്രഭാവതിക്ക് കോൾ എടുക്കാനേ തോന്നുന്നില്ല. പിന്നെ എന്തായാലും അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് ഇത്രയും വലിയ ചതി ചെയ്യാൻ എങ്ങനെ തോന്നിയടി? നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞതും ചന്ദ്രമതി പൊട്ടിക്കരയുന്നുണ്ട്. അടുത്ത നിമിഷം എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. പ്രഭ ചോദിച്ചതിനുള്ള മറുപടി പറയാനും എനിക്കിപ്പോൾ സാധിക്കില്ല. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഒരു സത്യം അറിയണം. ഞാനിവിടെ ലോക്ക്ഡാണ്. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആ ത്യാഗരാജൻ എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുവാണ്. അവൻ കുറേ ഡോക്യുമെൻറ്റ്സും പേപ്പറും തയ്യാറാക്കിക്കൊണ്ട് നടക്കുക. ഞാനത് ഒപ്പിട്ട് കൊടുക്കണം. അതുതന്നെയാണ് അവൻ്റെ ആവശ്യവും. ഞാൻ ആ പേപ്പേഴ്സിൽ ഒപ്പിട്ട് കൊടുക്കാത്തതിന് അവൻ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പ്രഭയ്ക്കല്ലാതെ മറ്റാർക്കും എന്നെ രക്ഷപ്പെടുത്താനാകില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഫോൺ പോലും തരാറില്ലായിരുന്നു. ഇതിപ്പോൾ അവൻ കാണാതെ ഫോൺ എടുത്തതാണ്. അതിൻ്റെ പേരിൽ അവൻ അറിഞ്ഞ ആ നിമിഷം തന്നെ ഒരു പള്ളുപറച്ചിലുണ്ടാകും. എന്തായാലും സമയത്ത് ഫുഡ് മാത്രം റൂമിലെത്തിക്കും. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ മാത്രമാണ് ആ നല്ലവനായ ഗിരീഷിനെ പറ്റി ഞാൻ സ്റ്റേഷനിൽ വന്ന് കള്ളമൊഴി കൊടുത്തത്. അവൻ്റെ കാലി വീണ് മാപ്പ് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത്രമാത്രം നല്ല മോനാണ് അവനെന്ന് എനിക്കറിയാം. ത്യാഗരാജൻ്റെ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. പ്രഭാവതി പറയുന്നുണ്ട്, ചന്ദ്രമതി വിഷമിക്കാതിരിക്കുക, അധികം വൈകാതെ തന്നെ ഞാനൊരു തീരുമാനത്തിലെത്താം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം കുറേ ദിവസങ്ങൾക്ക് ശേഷം തനൂജ വരുന്നുണ്ട്. തനൂജ മേരി തോമസിനെ കാണാനായിട്ടാണ് വരുന്നത്. ഇവളിനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ള ആ ഒരു മുഖഭാവത്തിൽ മേരി തോമസ് തനൂജയെ നോക്കുന്നുണ്ട്. തനൂജ പറയുന്നുണ്ട്, ഞാനിപ്പോൾ പോകുന്നത് തേവർക്കാട്ടേക്കാണ്. എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. കാരണം അതെൻ്റെ അച്ഛൻ്റെ വീടാണ്. അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമ്പം എനിക്ക് ആ അവകാശത്തിൽ തന്നെ ചെന്ന് കയറണം. ഇതുവരെ ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത് ഒരഭയാർത്ഥിയെ പോലെയാണ്. എന്നോട് ചന്ദ്രമതി ആൻറ്റി ഇത്രയും നാൾ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ തന്നെയാണ് എനിക്കൊരു ജീവിതം തന്നത്. എന്നെ അവർ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ തന്നെ അവർക്കറിയായിരുന്നു അവിടുത്തെ അച്ഛൻ്റെ മകളാണ് ഞാനെന്ന്. എന്നിട്ടും സത്യങ്ങളെല്ലാം എന്നോട് മറച്ചു വെച്ച് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ഉള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ ബലരാമൻ്റെയും മേരി തോമസിൻ്റെയും മകളാണ്. ആ സത്യങ്ങളെല്ലാം ത്യാഗരാജൻ അറിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ തിരക്കി വരണം. കാരണം ത്യാഗരാജൻ ചേട്ടൻ അവിടെ നിൽക്കുന്നത് പോലും ആ സ്വത്തുക്കൾ കണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം. അന്നേരം മേരി തോമസ് പറയുന്നുണ്ട്, മോളെ സൂക്ഷിക്കണം. ഞാൻ എന്തിനു പേടിക്കണം? എൻ്റെ അമ്മ ഒരു മന്ത്രിയാണ്. എന്നെ രക്ഷപ്പെടുത്താൻ ഒരുപാട് കഴിവുള്ള ആൾ. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തനൂജ തേവർക്കാട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം അരുന്ധതി ദേവികയുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, തൻ്റെ ഇവിടുത്തെ ജോലി ഇന്നത്തോടെ അവസാനിച്ചു. തിരിച്ചൊന്നും പറയാനാകാതെ ഞെട്ടി നിൽക്കുന്നുണ്ട് ദേവിക. ഇനി മുതൽ തനിക്കിവിടെ ജോലിയില്ല. അത് കേട്ട് അമ്പരന്ന് നിൽക്കുന്ന ദേവിക, മിക്കവാറും അരുന്ധതി മേഡത്തിനാണെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, ഇനി ഇവിടുന്ന് ജോലി മാറ്റിയിട്ട് വേറെ വല്ല സ്ഥാപനത്തിലേക്ക് മാറ്റി കൊടുക്കാനാണെന്ന് വെച്ചാൽ അറിയത്തില്ല. അതോ പൂർണ്ണമായിട്ടും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതാണെന്ന് വെച്ചാൽ അതും അറിയത്തില്ല. എന്തായാലും സ്ഥാപനം മാറ്റി ജോലി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണും. ദേവിയയ്ക്ക് എന്തായാലും അതൊരു പാരയായിട്ട് മാറും. തനൂജ കളത്തിലിറങ്ങിയത് കൊണ്ട് അധികം വൈകാതെ തന്നെ അരുന്ധതി മേഡത്തിൻ്റെയും ത്യാഗരാജൻ്റെയൊക്കെ കള്ളക്കളി പൊളിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.